ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ സൺഡേ ഇൻ മൈ ലൈഫ്. ഇത് രാവിലെ പല്ലൊക്കെ തേച്ചു പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പരം നടക്കാം. നമുക്ക് കിണറ്റിലെ വെള്ളം കുടിക്കണം, കുഴപ്പമില്ല കേട്ടോ. ഇവർ രണ്ടുപേരുണ്ടായിട്ടും ഒരു ഗുണമില്ലെന്ന് അച്ഛൻ മനസ്സിലായി. അച്ഛനുണ്ട്, അച്ഛന് തെളിയിച്ചാണെങ്കിൽ വാഴ നടാൻ തീരുമാനിച്ചതായി. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ആക്ച്വലി അവരോട് ചോദിച്ചതല്ല, അവരെനിക്ക് തന്നതാണ് കേട്ടോ. താങ്ക് യു ചീവീഡ്. ഇതാണ് മറ്റേ ചക്കേട്ട പ്ലാവ്. പറമ്പൊക്കെ വളർന്നു, പുല്ലൊക്കെ വളർന്നു പറമ്പിൽ. ഞാൻ പഠിക്കാനിരുന്നു, എനിക്ക് പരീക്ഷയാണ്. സോ പഠിത്തം തന്നെ. എന്താ ചെയ്യുക, ബ്രെയിൻ സ്ട്രോമിങ് ആണ് ഇപ്പോൾ എനിക്ക്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. പിന്നെ അതേ ചപ്പാത്തി സാമ്പാർ ഞാൻ ആദ്യമായിട്ട് കഴിക്കണമുണ്ടോ, കഴിച്ചിട്ട് ഞാൻ പിന്നെയും പഠിക്കായിരുന്നു. അപ്പോഴേക്കും ചോറ് തിന്നാൻ നേരമായി. ചോറ് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. കൊച്ചിയിലേക്ക് പോവാണ്. ഞങ്ങളുടെ രഥം റോഡിലേക്ക് ഇറക്കുകയാണ് ഗൈസ്. ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് സുന്ദരിയായി. ഹായ്, ഒരു സുന്ദരൻ. വാവ്. അയ്യോ, ഈ ക്യാമറ തിരിഞ്ഞിരുന്നത് ഞാൻ അറിഞ്ഞില്ല. തല കുത്തനെയാണ്. ഇതാണ് തല തിരിഞ്ഞ കാഴ്ചകൾ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടല്ലേ. ഇത് നമ്മൾ ആര്യങ്കാവിൽ എത്തിയപ്പോൾ കണ്ടതാട്ടോ. നിങ്ങൾ ഈ കേൾക്കുന്ന റോഡിൻ്റെ സൗണ്ടിനൊന്നും അല്ല കേട്ടോ ഒരു സൗണ്ട്. ഇത് ഞാൻ മാക്സിമം കുറച്ചിട്ടതാണ്. ഭയങ്കര സൗണ്ടാട്ടോ. ഇത് നമ്മൾ കാഞ്ഞിരമറ്റത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് കൊടിയൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ പെരുന്നാളാണ് കേട്ടോ. ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. നല്ല രസമാണ്. ഇത് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അതിലെ കൂടെ പോകുന്നത്. ഈ വഴി ആക്ച്വലി നമ്മൾ വന്നിട്ട് കുറേ ആയി. ബിക്കോസ് ഈ റോഡ് പണിയാനായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പുറത്ത് വെള്ളമൊക്കെ ഉണ്ട്, കാണാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദിസ് പച്ചപ്പൻ ഹരി. ആൻഡ് ഇത് ഷട്ടറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ടോ. ഇപ്പം അത് കംപ്ലീറ്റഡ് ആവാറായിട്ടുണ്ട്. പിന്നെ ഇതാണ് പുത്തോട്ടയിലെ ലോ കോളേജ്, ഭയങ്കര ഫേമസ് ആണ്. കുട്ടി പിന്നെയും ഇതിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ ക്യാമറ ചരിഞ്ഞിരിക്കണേന്ന്. ഓ ഗോഡ്. ഇത് നമ്മളെ പുതിയകാവിൽ മറ്റേ രക്തരക്ഷസിൻ്റെ നാടകം നടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര തിരക്കാട്ടോ. സൺഡേയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഭയങ്കര സംഭവമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിതുവരെ പോയിട്ടില്ല. പോകണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചാന് വലിയ താല്പര്യമില്ല. ഓൾറെഡി രക്തരക്ഷസിനെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറ വരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിയാൽ സ്റ്റാൻഡ് കാണാം. നമ്മൾക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഭയങ്കര തിരക്കാണ്. ഇതാണ് RLV കോളേജ്. ഇതും ഭയങ്കര ഫേമസ് ആണ്. നമ്മളിപ്പോൾ ആക്ച്വലി കുറേ ഫേമസ് കാര്യങ്ങൾ കണ്ടു. ഓ വാവ്. അങ്ങനെ നമ്മളിപ്പം അടുത്ത ഫേമസ് കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പേട്ട കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, ഇപ്പുറത്തുള്ള പേട്ട ജംഗ്ഷനാണ്. അങ്ങനെയാണ് പറയണമെന്നാണ് തോന്നണം കേട്ടോ. ഇവിടെ ആക്ച്വലി ശ്രീമുരുക കഫേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടുത്തെ പഴംപൊരിയും ബീഫും വാ അടിപൊളിയാണ്. എല്ലാവരും ഇതുവഴി വരുമ്പോഴത്തേനും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് ന്യൂക്ലിയസ് മോൾ. ഇത് പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഇതാണ് മരടിലെ ന്യൂക്ലിയസ് മോൾ. ഇത് നമ്മൾ കുണ്ടന്നൂരിൽ നിന്ന് പോകുന്ന പാലാണ്. ഈ പാലത്തെ കൂടി നമ്മളെപ്പോഴും പോകുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ പണ്ടേ ഒരു പാലം വരേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ എന്താ ഇത്രയും തിരക്ക്? ഈ പാലം നന്നാക്കുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ എന്താ കുണ്ടും കുഴി. പക്ഷേ ഇപ്പോൾ ആക്ച്വലി പാലം ശരിയാക്കിയതിന് ശേഷം സൈഡിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി മാറും എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല പാലമാണ്, നല്ല രസമാണ് ഇതിലൂടെ പോകാനായിട്ട്. പക്ഷേ ദ പ്രശ്നം ഈസ്, നമ്മൾ ഓഫീസിൽ പോകാൻ തിരക്ക് പിടിച്ച് വരുന്ന സമയത്ത് രാവിലെ നല്ല കട്ട ബ്ലോക്കായിരിക്കും. വണ്ടിയെല്ലാം കൂടി വന്ന് അങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കും. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും നമുക്ക് പോകാൻ ഭയങ്കര പാടാണ്. ഇതാ കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പ് യാർഡിൻ്റെ
ആ ഒരു ഇതെല്ലാം കാണാം. പിന്നെ അപ്പുറത്ത് ആ ഒരു തേവര ആ ഒരു സൈഡിൻ്റെയൊക്കെ ഫ്ലാറ്റും എല്ലാ സാധനവും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇതാ നോക്കൂ, ഒരു ഐലൻഡ് പോലത്തെ സ്ഥലം, അമ്പരച്ചുംബികളായിരിക്കുന്ന കെട്ടിടങ്ങൾ. എനിക്കിങ്ങനെ ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല. മലയാളത്തിൽ പലതും പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വേറെ പലതും ആയിപ്പോവും. ഇതേ നമ്മൾ രണ്ടാമത്തെ പാലത്തിലേക്ക് കയറുക. ഇതിനിടയിലൊരു സിഗ്നൽ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇത് നമുക്ക് തോപ്പുംപടിയിലേക്ക് പോകാനുള്ള പാലമാണ്. ഫ്രം തേവര ഫെറിയുടെ അവിടെ നിന്ന് കുണ്ടന്നൂരിൽ നിന്ന് പിന്നെ തേവര ഫെറിയുടെ ബസ് സ്റ്റോപ്പ്, അവിടെ നിന്ന് ഈ പാലം. ഇവിടുന്ന് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ അരൂർ, കുമ്പളം ആ ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത്. ഇതാ പിന്നെയും നമുക്ക് വെണ്ടുരുത്തി പാലം കാണാൻ പറ്റും. നമുക്കല്ല, എനിക്ക്. നിങ്ങൾക്കും കാണാൻ പറ്റേണ്ടതാണ്, പക്ഷേ നോക്കട്ടെ, നമുക്ക് വലിയ ഫോണൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കാണാം. ഞങ്ങളിവിടെ ചായ കുടിക്കാൻ കയറുകയാണ്. ഇത് കോപ്റ്റവന്യൂ ആണ് തോപ്പുംപടിയിൽ. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാട്ടോ. നമ്മൾ ഇതുവരെ ഇവിടെ വന്നില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളീ കാണുന്ന ജ്യോതിസ് കിച്ചണിലാണ് കേട്ടോ കയറിയത്. നല്ല മുരുമുരു എന്നുള്ള കടിയും കിട്ടി, നല്ല സമോറിലുള്ള ചായയും കാപ്പിയും കുടിച്ചു. എല്ലാം നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഇതാ കണ്ടില്ലേ, ചമ്മന്തി, മറ്റൊരു ചമ്മന്തി, ചായ, കാപ്പി, ഇതെല്ലാം രുചിച്ച് നോക്കുന്നു. ഈ ചായ തിരിഞ്ഞ് കളഞ്ഞ്. എന്താ പറയുക, നാണ കുട്ടിക്ക്. മഴക്കാറ് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഞാനും കണ്ടു. ഈ മഴയ്ക്ക് മുന്നേ നമുക്ക് വീട്ടിലെത്തണം പറ്റിയാൽ. എന്താ ഭംഗിയില്ല ഇങ്ങനെയൊക്കെ കാണാൻ. ഇത് താഴത്തോട്ട് പെയ്ത് വരുമ്പോഴാണ് രസം. നല്ല മഴക്കാറാണ്. നമ്മളെത്തുമോ, കോട്ടിടണോ വേണ്ടയോ എന്നാണ് സുബിൻ ചോദിക്കുന്നത്. കോട്ടിടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നോക്കാം മഴയാണോ നമ്മളാണോ എന്ന്. ആരാ ഇറങ്ങിയേക്കടേ? അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഒരു അപകീർത്തി ഇവിടെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഞഞ്ഞ വർത്താനം നിങ്ങൾ കണക്കിലെടുക്കരുത്. ബിക്കോസ് വിത്ത് ഇച്ചായൻ ഞാൻ കുറച്ച് ഇല്ല കുട്ടിയാണ്. ഞാനൊരു എന്താ പറയുക, ഒരു ചൈൽഡിഷ് രീതിയിലേക്ക് മാറും. ഇതാ കണ്ടില്ലേ, നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. എന്താവോ എന്തോ ഒരു ഐഡിയ ഇല്ല. ഇത് ആ കാണുന്ന ഐഫിൽ ടവറിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഐഫിൽ ടവറാണ് ഗൈസ്. ഓൾഡ് ഹാർബർ ബ്രിഡ്ജ് അടിപൊളിയാണ്. ഇതിൽ പോകുമ്പോൾ ഒരു ഫീലില്ലേ, ഈ പാലം കയറി നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ കൊച്ചി, അതൊരു ഫീലാണെന്ന് പറയുന്നത് പോലെ. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോകാൻ നല്ല രസമാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിസ്കി ഷോട്ട്സ് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ക്യാമറ ഉപയോഗിച്ച് വലിയ പരിചയമില്ലാത്തത് കൊണ്ടാണ് കുട്ടിയുടെ ഷോട്ട്സ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഡോണ്ട് മൈൻഡ്. ഇത് ആ കാണുന്നതാണ് തോപ്പുംപടി ഹാർബർ. ഓക്കെ, കുറേ ബോട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എത്തിയിരിക്കുന്നു തോപ്പുംപടി ജംഗ്ഷനിലേക്ക്. അവിടെ നിന്ന് ഇതാ നമ്മൾ പോകുന്നു. KFC കാണുന്നു, ചിക്കൻ കാണുന്നു, ഫലൂദ നേഷൻ കാണുന്നു. ഇതെല്ലാം കാണുമ്പോഴത്തേനും ചയം പറഞ്ഞേക്കുന്നത് തല ഇങ്ങനെ ആട്ടണം വേണ്ട എന്നുള്ള രീതിയിൽ ഉള്ളൊരു എക്സസൈസാണ് എനിക്ക് ചെയ്യാൻ പഠിപ്പിച്ചെന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പോളക്കണ്ടം മാർക്കറ്റാണ് കേട്ടോ. കിട്ടു മാർക്കറ്റാണ്. നല്ല അടിപൊളി ബീഫൊക്കെ കിട്ടും ശനിയാഴ്ച വൈകുന്നേരം, വെള്ളിയാഴ്ച ഒക്കെ. ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാൻ പറ്റും. അവർക്ക് എന്തായാലും ഉറപ്പുണ്ടാവും, അറിയണ്ടാവും. സോറി. നമ്മൾ വീട്ടിലേക്ക് എത്താറായി. ഇനി നമ്മൾ എത്താൻ പോകുന്ന സ്ഥലമാണ് ഗായ്സ്, മൂലംകുഴി. അതെ, CID മൂസയിലെ മൂലംകുഴി. സഹദേവൻ ഇവിടെ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എത്തി നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും നല്ല വിശപ്പുണ്ട്. ചായ കുടിച്ചെങ്കിലും വിശപ്പുണ്ട്. കണ്ട, നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. അതാണ് നമ്മളെ സ്വീകരിച്ചു. അമ്മ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. തഗടി കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ വീട്ടിലിങ്ങനെയാണ് മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനും. സോ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ മഴയും കിട്ടി. അപ്പം നമ്മൾ മഴ നനയാതെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ എനിക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ ഇനിയിപ്പം പഠിക്കണം, കുറച്ചധികം കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം പഠിച്ച് തീർത്തിട്ട് വേണം നാളെ പരീക്ഷയ്ക്ക് പോയി. നാളെ എനിക്ക് രാവിലെയാണ് എക്സാം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. സോ ഇതായിരുന്നു ഒരു സിമ്പിൾ സൺഡേ. ആൻഡ്
ഇനിയിപ്പം ബാക്കി എക്സൈറ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ.